നമസ്കാരം. പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ, അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുമോ എന്നുള്ളത്. അതായത് ചില ആളുകൾക്ക് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എക്സിൻ്റെ കാര്യത്തിലൊക്കെ മീൻസ് എക്സിനെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ടൊക്കെ ഈ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ പേര് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എക്സിനെ നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയുക, അതിനെങ്ങനെയാണ് നോ കോണ്ടാക്ട് റൂൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബിഗിനിങ് ദ നോ കോണ്ടാക്ട് പീരിയഡ്. അതായത് നിങ്ങളുടെ നോ കോണ്ടാക്ട് പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കേസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമുക്ക് പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിന് എത്ര നാളാണ് നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഈ നോ കോണ്ടാക്ട് റൂൾ എത്ര നാൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ എക്സിനെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ ഇപ്പോൾ നിങ്ങൾ നിലവിൽ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ചുകൂടി അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. മുകളിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പേഴ്സണൽ ഗൈഡൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത് ബിഗിനിങ് ദ നോ കോണ്ടാക്ട് പീരിയഡ് എന്നുള്ളതാണ്. അതായത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേഴ്സൻ്റെ അടുത്ത് പറയാം, ഇത്ര നാളത്തേക്ക് ഇനി എന്നെ വിളിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ തിരക്കിലായിരിക്കും, സോ എനിക്ക് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നിനും പറ്റില്ല എന്നുള്ളത് അവർ വേണമെങ്കിൽ അറിയിക്കാം. അതേപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഇനി അഥവാ അവർ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു മെസ്സേജ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാം, പ്രശ്നമല്ല. പക്ഷേ അത് വളരെ ഷോർട്ടായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്നുള്ളത് നോ കോണ്ടാക്ട് പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ദ നോ കോണ്ടാക്ട് പീരിയഡ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ മുഴുവനായിട്ടും അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും പാടില്ല എന്നുള്ളതാണ്. നോ കോണ്ടാക്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഫുള്ളായിട്ടും ഇതിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ടൈമിൽ ചെറിയൊരു മിസ് കോൾ പോലും നിങ്ങൾ ചെയ്യരുത്, അല്ലെങ്കിൽ വിളിക്കുക, സംസാരിക്കുക, മെസ്സേജ് അയക്കുക, കാണുക, ഇങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യരുത്. അവരെ കാണാനുള്ള സിറ്റുവേഷൻസ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ അവർ വരാൻ സാധ്യതയുള്ള ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെ സിറ്റുവേഷനിലാണോ അവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധ്യത വരുന്നത് ആ എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾ വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നോ കോണ്ടാക്ട് റൂൾ മസ്റ്റായിട്ട് മുഴുവനായും ഇതിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അവരില്ലെങ്കിലും എനിക്ക് ജീവിക്കാനായിട്ട് കഴിയും എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ അപ്പോഴത്തെ ലൈഫ് മുന്നോട്ട് പോകേണ്ടത്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരില്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്ന വ്യക്തിയായിരിക്കുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റസും സ്റ്റോറിയും പോസ്റ്റൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുണ്ടായിരിക്കാം, മീൻസ് നിങ്ങൾ സ്നേഹിച്ചിരുന്ന ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവരൊക്കെ കാണുന്ന രീതിയിലായിരിക്കണം നിങ്ങളിത് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ മ്യൂച്വൽ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിനെയോ ബ്ലോക്ക് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ബ്ലോക്ക് ചെയ്യരുത്. ഇവിടെ നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് അവരിത് കാണുക എന്നുള്ളതാണ്. അപ്പോൾ അവരെല്ലാം കാണുന്ന രീതിയിൽ നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നിങ്ങൾ ഈ പറഞ്ഞ മ്യൂച്വൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും ഒരിക്കലും അവരെക്കുറിച്ച് മോശമായിട്ട് പറയരുത്. മ്യൂച്വൽ ഫ്രണ്ട്സിൻ്റെ അടുത്തെന്നല്ല ആരെടുത്തും അവരെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോ കോണ്ടാക്ട് റൂൾ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക. സെയിം ടൈം നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഹാപ്പിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എൻഡിങ് ദ നോ കോണ്ടാക്ട് റൂൾ. അതായത് ഈ ഒരു ടൈമിൽ ചിലപ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് തിരിച്ച് സംസാരിക്കാം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ സംസാരിക്കാൻ പോവാതിരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നോ കോണ്ടാക്ട് റൂൾ മുഴുവനായിട്ടും വേണ്ട എന്ന് വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ അവർ സംസാരിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബ്രേക്കപ്പ് ആയതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. അപ്പോൾ ആ റീസൺ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക, വളരെ നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും എടുത്തിട്ട് ഇവിടെ സംസാരിക്കരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പാസ്റ്റിലെ കാര്യങ്ങൾ എടുത്തിട്ട് ഒരിക്കലും സംസാരിക്കരുത്. അത് ആ വ്യക്തിക്ക് വീണ്ടും നിങ്ങളോട് ദേഷ്യം ഉണ്ടാക്കാനോ വീണ്ടും അവർ നിങ്ങൾ വേണ്ട എന്ന് വെച്ച് പോകാനുള്ള
ഒരു സാധ്യതയൊക്കെ കൂടുതലാക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ പറയാവൂ. ഒരിക്കലും അവരെ നെഗറ്റീവ് അടുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനേ പാടില്ല. എപ്പോഴും പോസിറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ വേണം അവരോട് നിങ്ങൾ ബിഹേവ് ചെയ്യാനായിട്ട്, ഓരോ കാര്യങ്ങളും പറയാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 3 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സിനെ നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ എക്സിനെ തിരികെ കൊണ്ടുവരാനായിട്ട് കഴിയുക എന്നുള്ളത്. നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഇപ്പോൾ നമുക്ക് വരുന്ന ഒരുപാട് ക്ലയൻസും ഇങ്ങനെ തന്നെയാണ്. എക്സിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം കൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് റൂൾ തന്നെയാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇനി അഥവാ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്